ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ പാഴ്സ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതിലൊരു സീക്രട്ടും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പാഴ്സ് കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കണ്ടേ. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ പാഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിവറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ കുറച്ച് ലിവറും പിന്നെ ബീഫിൻ്റെ കുറച്ച് ലിവറും പിന്നെ 2-3 കഷ്ണം ബീഫിൻ്റെ എല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് വെക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ആക്കി കൊടുക്കാം. ഈ ചിക്കൻ ഒരു 4-5 വെള്ളം കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നിമന്ന് നിൽക്കത്തക്ക തരത്തിലുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. മഞ്ഞളും ഉപ്പുമൊക്കെ നേരെ ഒന്ന് സ്പ്രെഡ് ആവാനാണ് വെള്ളത്തിലേക്ക്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ പാഴ്സൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നിറയെ അതിൻ്റെ രക്തക്കറയും ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വളരെ സീക്രട്ടായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ ലിവർ കറിക്ക് ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല. ആ ദുഷിച്ച രക്തമൊക്കെ പോയി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും കറിക്ക്. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം ഒന്ന് ഓഫാക്കി അത് ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണേ. ആ ഊറ്റിയെടുത്ത വെള്ളത്തിൻ്റെ കളർ കണ്ടോ, വല്ലാത്തൊരു കറുത്ത കളർ. ഇനി ഈ ലിവർ 2-3 വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. അരിപ്പയിൽ നമുക്ക് കുടുങ്ങിയ അഴുക്ക് കണ്ടില്ലേ. ഇത് മൊത്തം ആ ലിവറിൻ്റെ ദുഷിച്ച രക്തവും പിന്നെ വേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കരൾ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ആ ബാഡ് സ്മെല്ലും കാണത്തില്ല. കരളിനൊരു പ്രത്യേക സ്മെല്ലുണ്ടാവുമല്ലോ കരൾ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. ഇതാണ് ഒരു സീക്രട്ടേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 15ഓളം ചെറിയ ഉള്ളിയും പിന്നെ 2 വലിയ ടൊമാറ്റോ. വലുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം, ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാമേ. അത് എങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താലും പ്രശ്നമില്ല. ഇത് നമ്മൾ നന്നായിട്ട് നരച്ചെടുക്കുന്നതാണ്. അപ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് നല്ല പഴുത്ത ടൊമാറ്റോ ആയിരുന്നു, അതുകൊണ്ട് വലിയ 2 ടൊമാറ്റോയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 പച്ചമുളക്. ഇത് നല്ല പഴുത്ത മുളക് ആയതുകൊണ്ടാണ് ചുമന്നിരിക്കുന്നത് കേട്ടോ. 2 പച്ചമുളക്. അതിനുശേഷം ഒരു പിടി മല്ലിയില പിന്നെ 2 ഇതൾ കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് സാദാ മുളക് പൊടിയാണ്, ഇത്തിരി എരിവുള്ള മുളക് പൊടി. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞെടുത്തിട്ടില്ല, തരിതരിപ്പായിട്ടുള്ള ഒരു പെരിഞ്ജീരകം പൊടിച്ചതാണ്. പിന്നെ മുഴുവനായിട്ടുള്ളത് വേണമെങ്കിൽ അത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ നല്ല പേസ്റ്റ് രൂപേണ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ് അതാണ്. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓണാക്കി അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ പിന്നെ നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഈ ലിവർ കറിയൊക്കെ വെക്കുമ്പോൾ കഴിവതും നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പായി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചിക്കൻ്റെ പാഴ്സ് കഴുകി വെച്ചിട്ടിരുന്നത് ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ടേ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാഴ്സ് നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ ദുഷിച്ച രക്തമൊക്കെ പോയിട്ട് ആ ബാഡ് സ്മെല്ലൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ആ ലിവറിൻ്റെ സ്മെല്ലൊന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ചെറിയ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് 2 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ അതാ വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഒരു 7-8 മിനിറ്റ് കൊണ്ട് ആയി കിട്ടുന്ന ഒന്നാണ് ഈ ലിവർ കറി. അപ്പോൾ അതാ ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം. അതിലൊഴിച്ച എണ്ണയും ആ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു കുറുകിയ ചാറോടുകൂടി നമുക്ക് ചിക്കൻ പാഴ്സ് കറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ അതിൻ്റെ തിളയൊന്ന് മാറുന്നത് വരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പ് തുറക്കാം. കണ്ടില്ലേ, ചിക്കൻ പാഴ്സ് കറിയുടെ ആ തിളയെല്ലാം മാറിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇത് പെറോട്ട, അരിപ്പത്തിരി, പുട്ട് പിന്നെ ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ തയ്യാറാക്കിയാൽ കഴിക്കാത്തവരും കഴിച്ചു പോകും കേട്ടോ. കാരണം നമ്മൾ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് ആ അഴുക്കും രക്തക്കറിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ള ചിക്കൻ പാഴ്സാണ്. അതുകൊണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ ബാഡ് സ്മെല്ലെല്ലാം മാറിക്കിട്ടും. കറിക്ക് പ്രത്യേക ഒരു ചുവയാണല്ലോ, അതെല്ലാം മാറിക്കിട്ടും കേട്ടോ. അതുകൊണ്ട് ഈ കറി എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ കുറച്ച് ചൂടുപുട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കുറച്ച് കറിയും കൂടി വെച്ച് ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. അമ്മ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.